Today we are going to discuss 10 questions from the chapter Biomolecules. Okay, first one, vitamin B12 contains. What is the name of vitamin B12? Cyanocobalamin. Cyanocobalamin ആണ് vitamin B12. So it is the only one vitamin having metal. Metal ഏതാണ്? Cobalt ആണ്. Cobalt is in 3+T2 ആണ്. Next one, the deficiency of vitamin B1 causes the disease. That is called a beriberi ആണ്. എന്താണ്? Beriberi ആണ് vitamin B1-ൻ്റെ deficiency ഉണ്ടാകുന്ന അസുഖം. Okay, next one, the correct corresponding order of name ചോദിച്ചിരിക്കുകയാണ്. ഇതിൽ നമ്മൾ ഡി ഗ്ലിസറാൾഡിഹൈഡും എൽ ഗ്ലിസറാൾഡിഹൈഡുമാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. നമ്മൾ ഗ്ലിസറാൾഡിഹൈഡ് എന്ന് പറയുമ്പോൾ ഇതാണ് ഗ്ലിസറാൾഡിഹൈഡ്. ദിസ് ഈസ് ഡി ഗ്ലിസറാൾഡിഹൈഡ്. എൽ എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ഡി ആൻഡ് ദിസ് ഈസ് എൽ. ഇപ്പോൾ ഈ എച്ചും ഒ എച്ച് ഒരേ സൈഡിൽ വന്നാൽ ഡി ഗ്ലിസറാൾഡിഹൈഡാണ്. എച്ചും ഒ എച്ച് ഓപ്പോസിറ്റ് എന്ത് വിളിക്കും? എൽ എന്ന് പറയും. എന്ത് പറയും? എൽ. ഇവിടെ നമ്മൾ ഇത്രയും ഭാഗമാണ് ഇതുമായിട്ട് കമ്പയർ ചെയ്യേണ്ടത്. ദിസ് ഈസ് ഇപ്പോൾ എന്താണ്? ദിസ് ഈസ് ഡി ആണ്. ഇതെന്തുവാണ്? എൽ ആണ്. എന്താണ്? എൽ. ദിസ് ഈസ് ഡി. ഇത് ത്രയോസ് എന്ന് പറയും. ത്രയോസും എറിത്രോസുമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ നമുക്ക് ഇത് ഡി ആണ്, ഇതെല്ലാണ്. ഇതെന്തുവാണ്? ഇതെല്ലാണ്, ഇതും എല്ലാണ്. അപ്പോൾ ആൻസർ ആരാ? ഫസ്റ്റ് രണ്ടും ഡി, ലാസ്റ്റ് രണ്ടും എൽ. ഏതാണ്? ഇതല്ലേ ആൻസർ. ദിസ് ഈസ് കറക്റ്റ് വൺ. ഡി എറിത്രോസും ഡി ത്രയോസ്. ഡി എറിത്രോസും എൽ ത്രയോസുമാണ്. ദിസ് ഈസ് ദി കറക്റ്റ് ആൻസർ. സൂക്രോസ് എന്ന് പറയുന്ന ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഗ്ലൂക്കോസും കൂടെ ചേരുന്നതാണ് സൂക്രോസ്. ഇപ്പോൾ സൂക്രോസിന് ഹൈഡ്രജൻ നമുക്ക് എന്ത് കിട്ടും? ഒരു ആൽഫ ഡി ഗ്ലൂക്കോസും കിട്ടും, ബീറ്റ ഡി ഫ്രക്ടോസും കിട്ടും. അപ്പോൾ ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഫ്രക്ടോസ് ആണ് സൂക്രോസ് ഹൈഡ്രജന് കിട്ടുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ പിരിമിഡിൻ ബേസ്? നമുക്കറിയാം നൈട്രജനസ് ബേസ് പ്യൂരിൻ ബേസും ഉണ്ട്, പിരിമിഡിൻ ബേസും ഉണ്ട്. അപ്പോൾ പ്യൂരിൻ ബേസ് ആരൊക്കെയാണ്? അഡനിനും ഗ്വാനിനുമാണ്. പിരിമിഡിൻ ബേസ് എന്ന് പറഞ്ഞാൽ സൈറ്റോസിൻ, യുറാസിൽ, തൈമിനാണ്. അപ്പോൾ ഇവിടെ സൈറ്റോസിൽ, യുറാസിൽ, തൈമിൻ മൂന്നും പിരിമിഡിൻ ബേസ്. അപ്പോൾ ഇതിനകത്ത് പ്യൂരിൻ ബേസ് ആരാണ്? അഡനിനും ഗ്വാനിനും. അപ്പോൾ ഏതാണ്? പിരിമിഡിൻ ബേസ് അല്ലാത്ത ആരാണ്? ഗ്വാനിനാണ്. ആരാണ്? ഗ്വാനിൻ. ദി പെൻറ്റോ ഷുഗർ ഇൻ DNA ആൻഡ് RNA ഹാസ് എന്ത് സ്ട്രക്ചറാണ്? ഫുറാൻ്റെ ഡെറിവേറ്റീവായിട്ട് നമ്മൾ എഴുതുന്നത് അല്ലേ. സോ ഇറ്റ് ഈസ് സ്ട്രക്ചർ എന്തുവാണ്? ഫുറാനോസ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഫുറാനോസ് ആണ്. എന്താണ്? ഫുറാനോസ് സ്ട്രക്ചറാണിത്. ദിസ് ഈസ് ഫുറാനോസ് സ്ട്രക്ചറാണ്, ഫുറാൻ്റെ ഡെറിവേറ്റീവ് ആയതുകൊണ്ട്. ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്, അതായത് ദ പെയർ വിച്ച് ഡിഫർ ഇൻ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് എച്ച് ആൻഡ് ഒ എച്ച് ഗ്രൂപ്പ്. ഫോർത്ത് കാർബണിലുള്ള എച്ച് ഒ എച്ചും തമ്മിലുള്ള വ്യത്യാസം വരുന്ന പെയറിനെ വിളിക്കുന്ന പേരാണ് എപ്പിമേഴ്സ് എന്ന് പറയും. എന്ത് പറയും? എപ്പിമേഴ്സ്. സോ ദിസ് ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്. ഗ്ലൂക്കോസും ഗാലക്ടോസും എടുത്താൽ വേറെ എന്താണ്? C4 എപ്പിമേഴ്സ് ആണ്. എന്താണ്? C4 എപ്പിമേഴ്സ് ആണ്. ഫോർത്ത് കാർബണിലുള്ള എച്ച് ഒ എച്ചും ആണ് മാറുന്നത്. കോൾഡ് C4 എപ്പിമേഴ്സ്. സോ നെക്സ്റ്റ് വൺ, ഗ്ലൈസീൻ. എന്താ ഗ്ലൈസീൻ എന്ന് പറഞ്ഞാൽ? ദിസ് ഈസ് ഗ്ലൈസീൻ. ഇതാണ് ഗ്ലൈസീൻ. അതാണ് ഫസ്റ്റ് ആൽഫ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ഇത് ഡൈപോളർ അയോണായിട്ട് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ്? CH3COO മൈനസും NH3+ഉമായിട്ട് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ H+ പോയിട്ട് അല്ലേ. ഇതാണ് സ്വിറ്റർ അയോൺ എന്ന് പറയുന്നത്. എന്ത് പറയും? സ്വിറ്റർ അയോൺ. ഇവിടെ പറയുന്നത് pH4 ആണ്. pH4 എന്ന് പറയുമ്പോൾ എന്തുവാണ് സാധനം? ഇത് അസിഡിക് മീഡിയം അല്ലേ. അസിഡിക് മീഡിയത്തിൽ ഇത് വീണ്ടും എന്താണ്? ഇത് H+ഉമായി ചേരും. അപ്പോൾ ഇതിൻ്റെ ചാർജ് അങ്ങ് പോകും. ഇതെന്തായിട്ട് മാറും? ആനയോണായിട്ട് മാറും. അപ്പോൾ എന്താ സാധനം? NH3+ CH2COH ആയിട്ട് മാറണ്ടേ. സോ ദി ആൻസർ ഈസ് വിച്ച് വൺ? B is the answer. This is the next one, 9th question. ഇപ്പോൾ ഗ്ലൈക്കോജൻ്റെ സ്ട്രക്ചറെ കുറിച്ച് പറയുകയാണ്. അതിനകത്ത്
ലീനിയർ ചെയിനും ഉണ്ട്. C1C4 ചെയിനും C1C6 എന്നാണ് ബ്രാഞ്ചും ഒക്കെയാണുള്ളത്. സ്ട്രക്ചർ ഓഫ് ഗ്ലൈക്കോജൻ സിമിലർ അമിലോപെക്റ്റിനാണ്. അതായത് സ്റ്റാർച്ച് എന്ന് പറയുന്നത് ആൽഫ ഡി ഗ്ലൂക്കോസിൻ്റെ പോളിമറാണ്. സ്റ്റാർച്ച് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്, അമിലോസും ഉണ്ട് അമിലോപെക്റ്റിനും ഉണ്ട്. അമിലോസ് എന്ന് പറയുന്നത് ലീനിയർ പോളിമറാണ്, അമിലോപെക്റ്റിനാണ് ബ്രാഞ്ചഡ് പോളിമർ. അപ്പോൾ അമിലോപെക്റ്റിൻ്റെ സെയിം സ്ട്രക്ചറാണ് ഗ്ലൈക്കോജൻ. അപ്പോൾ ഗ്ലൈക്കോജൻ്റെ സ്ട്രക്ചർ സിമിലർ ടു ദാറ്റ് ഓഫ് ആരാണ്? അമിലോപെക്റ്റിനാണ്. നമുക്കറിയാം ന്യൂക്ലിയിക് ആസിഡ് എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡിൻ്റെ പോളിമേഴ്സാണ്. ഈ ന്യൂക്ലിയിക് ആസിഡിലെ ന്യൂക്ലിയോടൈഡിനെ കണക്ട് ചെയ്യുന്ന ബോണ്ടാണ് ഫോസ്ഫോ ഡൈഎസ്റ്റർ ലിങ്കേജ് എന്ന് പറയുന്നത്. പറയും ഫോസ്ഫോ ഡൈഎസ്റ്റർ ലിങ്കേജ്. ഈ ഫോസ്ഫോ ഡൈഎസ്റ്റർ ലിങ്കേജ് കാണുന്നത് ബിറ്റ്വീൻ 5' ആൻഡ് 3' കാർബൺ ആറ്റം ഓഫ് ആരാണ്? ഷുഗറാണ്. അപ്പോൾ ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ 5' അടുത്ത ന്യൂക്ലിയോടൈഡ് 3' ഇടയ്ക്കുള്ള ഷുഗറിനിടയ്ക്കാണ് എന്ത് കാണുക? നമ്മൾ ഫോസ്ഫോ ഡൈഎസ്റ്റർ ലിങ്കേജ് കാണുക. ദിസ് ഈസ് ദി ആൻസർ. So 5' and 3' is the answer. So these are the 10 questions from chapter Biomolecules. Thank you very much. Okay.